subscribe now and press the bell icon. Never miss an update. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ദിസ് ഈസ് മീ മൻസൂർ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, നമ്മളുടെ +1 അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 20 വരെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ഈ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു OTP നമ്പർ ലഭിക്കുകയും അത് പ്രകാരം ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുകയും വേണം എന്നുള്ളൊരു അറിയിപ്പ് മുന്നത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഉണ്ടായിരുന്നു. എന്നാൽ അപേക്ഷ പൂർത്തിയാക്കിയ ആളുകൾക്കൊന്നും ആ OTP നമ്പർ വരികയോ അതനുസരിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് OTP നമ്പർ വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ വേറെ ഒരാളുടെ സഹായം കൂടാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കാൻഡിഡേറ്റ് ID ക്രിയേഷനും ഉള്ളത്. അപ്പോൾ നമ്മൾ വേറെ പുറത്തൊരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വേറെ ഒരാളുടെ സഹായമോ നമുക്കിതിന് ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു കാൻഡിഡേറ്റ് ID ക്രിയേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ലളിതമായിട്ടുള്ള ഒരു രീതിയിലുള്ള വിവരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു കാൻഡിഡേറ്റ് ID ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിക്കുക. 5-6 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളാണ്, കൂടുതൽ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കാൻഡിഡേറ്റ് ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് നമ്മുടെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറും ആ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജ് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ മൊബൈൽ നമ്മളെ അടുത്ത് ഉണ്ടായിരിക്കുകയും വേണം. ഇങ്ങനെയാണ് കാൻഡിഡേറ്റ് ID ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ HSCAPന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്താൽ ഹോം സ്ക്രീനിൽ ഒരു ഭാഗത്ത് നമുക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ID എന്നും അതേപോലെ ലോഗിൻ കാൻഡിഡേറ്റ് ID എന്നും 2 ഓപ്ഷൻ വരും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കാൻഡിഡേറ്റ് ID ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാൻഡിഡേറ്റ് ID എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജിൽ നമ്മൾ ഏത് ജില്ലയിലാണ് നമ്മൾ അപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുള്ളത് ആ ജില്ല സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ആ പേജിലാണ് നമ്മളുടെ വിവരങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഈ ഒരു പേജിൽ ആദ്യം വരുന്നത് SSLC സ്കീം. നമ്മൾ ഏത് സ്കീമിലാണ് SSLC പഠിച്ചിട്ടുള്ളത്, ആ സ്കീം ഏതാണ് എന്ന് എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം. നമ്മൾ വർഷമാണ് പാസ്സായിട്ടുള്ളതെങ്കിൽ SSLC 2020 എന്ന് എൻ്റർ ചെയ്യണം. അതേപോലെ CBSE ആണെങ്കിൽ അത് എൻ്റർ ചെയ്യണം. അതവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഏത് സ്കീമാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് അവിടെ നമ്മൾ ചൂസ് ചെയ്യുക. അടുത്ത കോളത്തിൽ നമ്മൾ കാണുന്നത് രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള കോളാണ്. അതായത് SSLC രജിസ്റ്റർ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്തേണ്ടത്. അതിനുശേഷം വരുന്ന കോളത്തിൽ മന്ത് ഓഫ് പാസ്, നമ്മൾ പാസ്സായ മാസം, അതായത് എക്സാം എഴുതിയ മാസമാണ് നമ്മൾ സാധാരണ മന്ത് ഓഫ് പാസ് കൊടുക്കുന്നത്. അപ്പോൾ മാർച്ച് അല്ലെങ്കിൽ 3ാമത്തെ മാസം എന്നുള്ളതാണ് നമ്മളവിടെ എൻ്റർ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ഇയർ ഓഫ് പാസ്, നമ്മൾ പാസ്സായ വർഷം. ഏത് വർഷമാണോ നമ്മൾ SSLC പാസ്സായിട്ടുള്ളതെങ്കിൽ ആ വർഷമാണ് അവിടെ എൻ്റർ ചെയ്തത്. 2020 ആണെങ്കിൽ 2020, അതല്ല വേറെ ഏതെങ്കിലും ഇയർ ആണെങ്കിൽ ആ ഇയർ ആണ് അവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം വരുന്ന കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കുക. നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക. അതിനുശേഷം വരുന്ന കോളത്തിൽ നമുക്ക് താഴെ തന്നിട്ടുള്ള സെക്യൂരിറ്റി പിൻ അല്ലെങ്കിൽ ക്യാപ്ച എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ആണ്. അവിടെ നമ്മൾ തന്നിട്ടുള്ള ക്യാപ്ച നോക്കിയിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് കൺഫേം ചെയ്യുക. നമ്മൾ ഇതുവരെ കൊടുത്ത ഇത്രയും വിവരങ്ങളാണ് ആ ഒരു പേജിൽ കൊടുക്കേണ്ടത്. ആ ഒരു പേജിൽ കൊടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ആ പേജിൽ കാണിക്കുന്നത് നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത വിവരങ്ങളാണ്, നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ കാണുന്ന സെൻഡ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ക്രിയേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ പേജിൽ നിന്ന് ബാക്ക് അടിക്കാൻ അതേപോലെ റീഫ്രഷ് ചെയ്യാനോ ശ്രമിക്കരുത്. കാരണം അങ്ങനെ ചെയ്താൽ നമ്മളുടെ എൻ്റർ ചെയ്യാനുള്ള ആ സമയം എൻ്റർ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും. പിന്നെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം മാത്രമേ നമ്മളുടെ ആ ഒരു ലോഗിൻ ഓപ്പൺ ആയി വരുള്ളൂ. അപ്പോൾ അവിടെ റീഫ്രഷ് ചെയ്യാനോ അതല്ലെങ്കിൽ ബാക്ക് ബട്ടൺ എടുക്കാനോ ശ്രമിക്കരുത്. അപ്പോൾ സെൻഡ് OTP കൊടുക്കുക.
സെൻഡ് OTP എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് OTP വരും. ഈ സെൻഡ് OTP ക്ലിക്ക് ചെയ്യുന്നത് കൂടെ മെസ്സേജ് വരികയും അതേപോലെ വേറൊരു പേജ് ഓപ്പൺ ആവുകയും ചെയ്യും. ഓപ്പൺ ആയിട്ടുള്ള പേജിൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP നമ്പർ അടിക്കാനുള്ള സ്പേസിൽ നമ്മൾ ആ OTP നമ്പർ അടിച്ചു കൊടുക്കുക. സബ്മിറ്റ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും. ചേഞ്ച് പാസ്വേഡ്. അപ്പോൾ നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പേജാണ് പിന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം 8 ലെറ്റേഴ്സ് വേണം. അല്ലെങ്കിൽ അതേപോലെ അതിലൊന്ന് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, അതേപോലെ ഒന്ന് സ്മോൾ ലെറ്റർ ആയിരിക്കണം, അതേപോലെ ഒരു സംഖ്യ ഉണ്ടായിരിക്കണം, അതേപോലെ ഒരു സ്പെഷ്യൽ സിംബൽസ് ഹാഷോ സ്റ്റാറോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സിംബൽസും ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണുക. അപ്പോൾ നമ്മൾ അങ്ങനെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത കോളത്തിൽ കൺഫേം പാസ്വേഡ് ആണ്. ആ ഒരു കോളത്തിലും കൂടി നമ്മൾ പാസ്വേഡ് കൺഫേം ചെയ്യുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്ഡേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേഷൻ ബട്ടൺ കൊടുത്താൽ നമുക്ക് കാൻഡിഡേറ്റ് ID ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു പേജ് വരും. അതിനുശേഷം ക്രിയേറ്റ് ചെയ്ത ലോഗിൻ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ് ID എന്നുള്ളിടത്ത് നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അപ്ലിക്കേഷൻ നമ്പർ അവിടെ കാൻഡിഡേറ്റ് ID എന്നുള്ള കോളത്തിൽ കൊടുക്കണം. അതിനുശേഷം പാസ്വേഡിൽ നമ്മളിപ്പോൾ നിലവിൽ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും എൻ്റർ ചെയ്താൽ നമ്മളുടെ അപേക്ഷ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. അത് ഓപ്പൺ ആയിട്ട് കിട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അപേക്ഷ കാണാനും അതേപോലെ ഇത് എഡിറ്റ് ചെയ്യേണ്ട സമയത്ത് എഡിറ്റ് ചെയ്യാനും പിന്നെ അതേപോലെ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അത് പരിശോധിക്കാനും അതേപോലെ എന്തെങ്കിലും അപ്ഡേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനും ഈ ഒരു ലോഗിൻ വഴി നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ലോഗിൻ ചെയ്യാം. കാരണം നമ്മൾ HScape പോയിട്ട് അവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ID എന്നുള്ളതിന് കീഴിൽ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ലോഗിൻ ചെയ്താൽ നമ്മളുടെ അപേക്ഷ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നമ്മളുടെ അപേക്ഷയിലുള്ള അപ്ഡേഷൻ, നമ്മളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ്, അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അലോട്ട്മെന്റ് എവിടെയാണ് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഫീസ് പേയ്മെന്റ്, ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ID യൂസ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രൊസീജിയേഴ്സ്. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതേപോലെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായതുപോലെ നിങ്ങളുടെ സുഹൃത്തിനും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് വരുന്നത് വരെ ബൈ, വീണ്ടും കാണാം.